ഹലോ ഗൈസ്, കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു സോളോ ട്രിപ്പ് പോകാമെന്നുള്ളത്. ഇപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റിയത്. ഇനി പോയതെങ്ങോട്ടാന്നല്ലേ പറയാം. കൊലുക്കുമലൈ സൺറൈസ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് പ്ലേസ് ആയിരുന്നു കൊലുക്കുമലൈ വ്യൂ ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളത്. ഞാനൊരു ഇൻസ്റ്റാ പേജുകാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ക്യാമ്പിലോട്ടാണ് പോയത്. പുലർച്ചെയുള്ള KSRTC ബസ് കയറിയിട്ട് ഒരു ഉച്ചയായപ്പോൾ ഞാൻ മൂന്നാർ എത്തി. പിന്നെ അവരുടെ ക്യാമ്പിലോട്ട് നമ്മൾ ജീപ്പിനെ ഒന്ന് പിക്ക് ചെയ്യാണ് ചെയ്തത്. പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു. നമ്മളത് തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. ഞാനൊരു ഉച്ചയാകുമ്പോൾ എത്തിയതുകൊണ്ടായിരിക്കും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. മൂന്നാറിന് സൂര്യനെല്ലി വരെ നമ്മൾ ജീപ്പിലാണ് പോയത്. ഈ കാണുന്നതാണ് നമ്മൾ ക്യാമ്പിലോട്ട് പോകുന്ന എൻട്രൻസ്. ഇതവിടെ എത്തിയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ക്യാമ്പിൻ്റെ. അത്യാവശ്യം തണുപ്പുണ്ടായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് സെറ്റ് ഇടേണ്ടി വന്നു. ആരും ഞാൻ സോളോ ട്രിപ്പാണ് പോയെങ്കിലും എനിക്ക് അവിടുന്ന് കുറേ അധികം ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചോണ്ടാണെന്ന് അറിയില്ല, കുറച്ച് ആർട്ടിഫിഷ്യലായി പോയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ ക്യാമ്പിൻ്റെ തൊട്ട് മുകളിലെ വ്യൂ ആണ് ഈ കാണുന്നത്. എന്താ അടിപൊളിയല്ലേ? ഇതാണ് പ്രകാശേട്ടൻ, അവിടുത്തെ ഓൾ ഇൻ ഓൾ. പുള്ളി ഞങ്ങളൊരു സൺസെറ്റ് വ്യൂ കാണാൻ കൊണ്ടുപോകാം. 4 മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. ഈ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? ഫാൻറ്റം ഹിൽ സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതെല്ലാം പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ്. ഒരു 9 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ക്ഷീണിച്ച് വയ്യാതെയായി. പക്ഷെ അവിടെ എത്തിയിട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു. അവിടെ ക്യാമ്പിൽ നിന്ന് എല്ലാവരും ഒന്നും മുകളിലോട്ട് വന്നില്ല, പകുതി പേര് നിർത്തിപ്പോയി. പക്ഷെ അവിടെ എത്തിയിട്ടുള്ള വ്യൂ അതവർ മിസ് ചെയ്തു. നമ്മുടെ ക്യാമ്പിൻ്റെ നൈറ്റ് വ്യൂ ആണ്. അങ്ങനെ അവർ നമുക്ക് ക്യാമ്പ് ഫയർ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് നേരം നിന്നു. 9 മണിയായപ്പോഴാണ് നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നത്. ഡിന്നർ കഴിച്ച് വന്നപ്പോഴേക്കിനും എല്ലാവരും ഓൺ ദ മൂഡായി. പിന്നെ അവിടെ ഉണ്ടായ ചേട്ടന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിയായി, പാർട്ടിയായി. അങ്ങനെ അവർ എൻജോയ് ചെയ്തു. ടോപ്പ് കയറി ഇറങ്ങി നടന്നുകൊണ്ട് എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ കുറച്ച് നേരം പോയി നിന്ന് ചൂട് കൊണ്ടു. സൺസെറ്റ് വ്യൂ കണ്ടിറങ്ങിയോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അതിനുശേഷം ഞാൻ ക്യാമ്പിൽ പോയി കിടന്നുറങ്ങി. രാത്രി തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം 4 മണിയാകുമ്പോഴേക്കും റെഡിയായി നിൽക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കറക്റ്റ് 4 മണിയായപ്പോൾ എണീറ്റ് റെഡിയായി. 4 മണിയായപ്പോൾ ജീപ്പ് വന്നു. ഞങ്ങളെല്ലാവരും ജീപ്പിൽ കയറി. പിന്നെ അങ്ങോട്ടൊരു ട്രക്കിംഗ് ആയിരുന്നു. ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വട്ടം കൊലുക്കുമലൈ സൺറൈസ് വിസിറ്റ് ചെയ്യണം, ഞാൻ എന്തായാലും പറയും. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ട്രക്കിങ്ങിൽ നിന്ന് കിട്ടിയത്. ഞങ്ങളൊരു 5:15 കൂടി അവിടെ എത്തി. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു സൂര്യന് വേണ്ടിയിട്ട്. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കോടയായിരുന്നു അവിടെ നിന്ന്. കംപ്ലീറ്റ് കോട മൂടി തണുത്ത് വിറച്ച് അവിടെ എല്ലാവരും നിന്നിരുന്നേ. ഇത്രയും കോടയായപ്പോൾ തന്നെ അവിടെ പറയണ്ടേ ഇനിയിപ്പോൾ സൺറൈസ് കിട്ടാൻ ചാൻസ് കുറവാണെന്നൊക്കെ. എന്തായാലും പ്രതീക്ഷയായി വിടാതെ അവിടെ അങ്ങ് നിന്നു. അറ്റ് ലാസ്റ്റ് സൺറൈസ് കാണാൻ പറ്റിയില്ല ഗൈസ്. വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല വിഷമമുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ പണ്ടേ ഭാഗ്യം കൂടുതലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്തൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നല്ല ഉറക്കമുറങ്ങി. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോഴേ അടിപൊളി മഴ കാണുന്നത്. ഫോണിൽ വീഡിയോ എടുക്കണ്ടെങ്കിലും നല്ല തണുപ്പായിരുന്നു ഗൈസ്. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പയ്യെ ഞങ്ങൾ ക്യാമ്പിലോട്ട് വന്നു. 11 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ക്യാമ്പിൽ പരിചയപ്പെട്ട ഒരു ചേട്ടനും ചേച്ചിയാണ് എന്നെ മൂന്നാർ വരെ ഡ്രോപ്പ് ചെയ്ത് തന്നത്. ഞങ്ങൾ വൈകിയ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്ത് പോന്നു. ഗ്യാപ്പ് റോഡ് എത്തിയപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി അവർക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിൽ നല്ല ചൂട് മാഗിയും ബ്രെഡ് ഓംലേറ്റും ഒക്കെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കി അവിടെ ഇറങ്ങി ഞങ്ങളൊരു ബ്രെഡ് ഓംലേറ്റും ഒരു മാഗിയും മേടിച്ച് കഴിച്ചു. എനിക്ക് തിരിച്ചുച്ചയ്ക്ക് 2:30 മൂന്നാർ സ്റ്റാൻഡിൽ നിന്നും ബസ് ഉണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ പയ്യെ കഥയൊക്കെ പറഞ്ഞ് മൂന്നാർ സ്റ്റാൻഡ് എത്തി. എനിക്ക് അധികം ഫോട്ടോസും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫോണിൽ ചാർജ് ഉണ്ടായില്ല. എൻ്റെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.